എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം. ഇന്നൊരു വലിയൊരു തെറ്റിദ്ധാരണ നമുക്ക് ആദ്യമേ മാറ്റാം. ചിലര് ജർമ്മനിയിലേക്ക് പോയാല് എല്ലാവർക്കും ഉടനെ ജോലി കിട്ടുമെന്ന് കരുതുന്നുണ്ട്. എന്നാല് മറ്റു ചിലര് ജർമ്മനിയില് ജോലി കിട്ടാൻ അസാധ്യമാണെന്ന് പറയുന്നവരുമുണ്ട്. ഇത് രണ്ട് ധാരണകളും ശരിയല്ല. ജർമ്മനിയില് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്, പക്ഷെ അവ ശരിയായി ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ് സ്കിൽസ്, എക്സ്പീരിയൻസ്, പ്രിപ്പറേഷൻ എന്നിവയോടെയാണ് ലഭിക്കുക. ഈ ലൈവ് കാണുന്നവരെ അല്ലെ ഈ വീഡിയോ കാണുന്നവരല്ല, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് കമന്റ് ചെയ്യണേ. നേഴ്സ്, IT, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫാർമസിസ്റ്റ്, സ്റ്റുഡന്റ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, അല്ല ഈവൻ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ സജിൻ, ദ ഫൗണ്ടർ ഓഫ് ഡോയ്സ് മീറ്റ് സജിൻ ആൻഡ് എക്സാലൻ.org. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മനിയിൽ എന്തുകൊണ്ട് ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊരു ചോദ്യത്തിന് ഉള്ള ഉത്തരവുമായിട്ടാണ്. ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. വളരെ വലിയ മാനുഫാക്ചറിംഗ് സെക്ടർ ഉണ്ട്, ഹെൽത്ത് കെയർ സെക്ടർ വളരുകയാണ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനസംഖ്യയുടെ പ്രായം ഉയരുകയാണ്. പല തൊഴിലാളികളും റിട്ടയർമെന്റിലേക്ക് പോകുന്നു. അതിനാൽ പല മേഖലകളിലും പുതിയ സ്കിൽഡ് വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ 10 പ്രധാനപ്പെട്ട ഡിമാൻഡ് ജോബ്സ് ഏതാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് നേഴ്സസ്, ഫ്ലേഗ് ക്രാഫ്റ്റ്. ഹെൽത്ത് കെയർ ജർമ്മനിയിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് സെക്ടറിൽ ഒന്നാണ് ഫ്ലേഗ് ക്രാഫ്റ്റ്സ്. നഴ്സിംഗ് സെക്ടർ, ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഹോം കെയർ എന്നിവിടങ്ങളിൽ അവസരങ്ങൾ അനവധിയാണ്. രണ്ടാമത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് IT പ്രൊഫഷണൽസ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ്, AI, ഡാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. സോ അതുകൊണ്ട് ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോകാം. മൂന്നാമത്തേതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ജർമ്മനി മാനുഫാക്ചറിന്റെ ശക്തമായ കേന്ദ്രമാണ്. ഓട്ടോമൊബൈൽസ്, മെഷീൻ ഡിസൈൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് സോ ഓൺ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് electrical engineers, energy, automation, renewable energy, industrial systems. And the fifth one, mechatronics specialist. ഇൻഡസ്ട്രി 4.0 കാരണം ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ആൻഡ് സിക്സ് വൺ ഈസ് ലോജിസ്റ്റിക് പ്രൊഫഷണൽസ്, വെയർഹൗസ്, സപ്ലൈ ചെയിൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇ-കോമേഴ്സ്. ആൻഡ് ദ സെവൻത് വൺ ഈസ് സ്കിൽഡ് ട്രേഡ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, HVAC, കൺസ്ട്രക്ഷൻ ട്രേഡേഴ്സ്. And the eighth one is hospitality, hotels, restaurants, tourism. And the ninth one is accountants and finance professionals, international companies, tax, audit, finance. So ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ജോലി ജർമ്മനിൽ അധികമാണ്. And the 10th one is scientists and researchers, research institutes, universities, private R&D companies. നിങ്ങളുടെ ഡ്രീം ജോബ് എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. സെക്ഷൻ നമ്പർ 3 നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജ് എത്ര പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ജർമ്മൻ ഇല്ലാതെ ജോലി കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടുമെന്നുള്ള റീലുകളൊക്കെ കാണാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില ഇന്റർനാഷണൽ കമ്പനീസിൽ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻസ് ഉണ്ട്. പക്ഷെ പല മേഖലകളിലും ജർമ്മൻ ലാംഗ്വേജ് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഹെൽത്ത് കെയർ, ഗവൺമെന്റ് റിലേറ്റഡ് റോൾസ്, കസ്റ്റമർ ഫേസിംഗ് ജോബ്സ്, സ്കിൽഡ് ട്രേഡ്സ്, ഇവയിൽ ജർമ്മൻ അറിയുന്നത് അവസരങ്ങൾ വർദ്ധിക്കും. എന്തൊക്കെയാണ് നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻസ്? ഒരു കാര്യം മനസ്സിലാക്കണം, സാലറി ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഫഷൻസ്, എക്സ്പീരിയൻസ്, സിറ്റി, എംപ്ലോയർ, ക്വാളിഫിക്കേഷൻ. മ്യൂണിക്കിലെ സാലറിയും ലൈപ്സിക്കിലെ സാലറിയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ലിവിംഗ് കോസ്റ്റും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സാലറി മാത്രം നോക്കാതെ ഓവറോൾ പാക്കേജ് വിലയിരുത്തണം. ആൻഡ് സെക്ഷൻ നമ്പർ 5, ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ്. ജർമ്മൻ പഠിക്കാതിരിക്കുക, CV ജർമ്മൻ സ്റ്റൈൽ തയ്യാറാക്കാതിരിക്കുക, റാൻഡം ആപ്ലിക്കേഷൻസ് അയക്കുക, ക്വാളിഫിക്കേഷൻ റെക്കഗ്നിഷൻ ആവശ്യമെന്ന് പരിശോധിക്കാതിരിക്കുക, ഫേക്ക് എക്സ്പീരിയൻസ് നൽകുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു തെറ്റായ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ റോഡ് മാപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 1, പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ജർമ്മൻ പഠിക്കുക. സ്റ്റെപ്പ് നമ്പർ 4, പ്രൊഫഷണൽ CV തയ്യാറാക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ജോബ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഏജൻസീസ്, ജെന്യുവിൻ ഏജൻസീസ്. ഐ ഡോണ്ട് സജസ്റ്റ് എനിബഡി, rather choose genuine agencies. സ്റ്റെപ്പ് നമ്പർ 6, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആകുക. സ്റ്റെപ്പ് നമ്പർ 7, വിസ പ്രോസസ് ആരംഭിക്കുക. ജർമ്മനി എന്ന് പറയുന്ന അവസരങ്ങളുടെ രാജ്യമാണ്. പക്ഷേ വിജയിക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല, പ്രിപ്പറേഷൻ കൊണ്ടാണ്, സ്കില്ല് കൊണ്ടാണ്, ലാംഗ്വേജ് കൊണ്ടാണ്, കൺസിസ്റ്റൻസി കൊണ്ടാണ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ദയവ് അത് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുന്ന 25 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ജീവിതം മാറാൻ സെക്കൻഡ്സ് മതി. ചിലപ്പോൾ ഒരു 6-7 മാസം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും, ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് തന്നെ. സോ ജർമ്മനി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. സേഫ് ഹോം ജർമ്മനി എല്ലാ ദിവസവും ജർമ്മനിയെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങളുമായിട്ട് ഞാൻ വരും. ഓക്കെ, ഇറ്റ് ഇസ് മീ അഡ്വക്കേറ്റ് സച്ചിൻ, ദ ഫൗണ്ടർ ഓഫ് Deutsch mit Sachin and Netzahlen.org. See you tomorrow.